അതല്ലോ കാളിദാസ മഹാകവിയൊക്കെ നടന്നു വരുന്ന സമയത്ത് കുട്ടിയോട് ചോദിച്ചു കസ്യാപുത്രി, പിന്നെ ഇപ്പൊ കുട്ടി പറഞ്ഞു കസ്യാപുത്രി, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, താളീപത്ര ഹസ്തം കിന്തെ താളീപത്ര കസ്യാപുത്രി കനകലതായ ഹസ്തം കിന്തെ താളീപത്ര കാവാരേഖ കചടതപ എന്ന് അതൊരു കവിതയായിട്ട് മാറുകയാണ് ചെയ്തത്. അതെ. അപ്പൊ അനേകം വഴി തന്നെ ഉണ്ടാവാം അത്രയും. അപ്പൊ കാളിദാസ മഹാകവിക്ക് വരെ അറിവ് പറഞ്ഞു കൊടുത്തത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. വളരെ സ്നേഹവും നന്ദി. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, എന്നാ കാണാം. മേൽശാന്തിയോട് സംസാരിച്ചപ്പോൾ പെട്ടെന്നൊരു ശ്ലോകം മനസ്സിലേക്ക് വന്നു. പക്ഷെ അത് ചൊല്ലിയപ്പോൾ കറക്റ്റ് വരികൾ എൻ്റെ നാവിൻ തുമ്പിലേക്ക് വന്നില്ല, മറന്നുപോയി. അതിനൊരു കാരണമുണ്ട്. സ്കൂളിൽ ചേർന്ന ആദ്യത്തെ വർഷമൊക്കെ കുട്ടികൾക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുമായിരുന്നു. വെള്ളിയാഴ്ച കഥ പറഞ്ഞു കൊടുക്കും. രാമായണവും മഹാഭാരതവും സൂഫി കഥകളും ഖലീഫ ഉമറിൻ്റെ കഥകളും അങ്ങനെ സകല കഥകളും പാട്ടുകളും ശ്ലോകങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വെള്ളിയാഴ്ചകൾ അതിന് മാറ്റി വയ്ക്കുകയായിരുന്നു. പിന്നീട് എപ്പോഴോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമായ പുതിയ തലമുറകൾക്ക് കഥയോടും പാട്ടുകളോടൊക്കെ ഒരു ഇഷ്ടക്കുറവ് തോന്നിയപ്പോൾ പതുക്കെ അത് നിന്നുപോയി. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് പിന്നീട് അത് പറയാനുള്ള ഫ്ലുവൻസി എനിക്കും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ കഥയും കവിതയൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാന്ന് തോന്നുന്നു. അധ്യാപകർ ഉള്ള കഥയും കവിതയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ അറിവും ചോർന്നു പോകാതെ നാവിൻ തുമ്പിൽ തന്നെ നിൽക്കും. കസ്യാപുത്രി കനകലതായ ഹസ്തം താളീപത്ര കാവാരേഖ കജടതപ. ബി ഹാപ്പി.